മോർണിംഗ് സ്റ്റുഡൻസ്, നമുക്കപ്പോൾ നമ്മളെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നുള്ളത്. സോ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി പഠിക്കണം നിങ്ങൾ, കാരണം അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറിയാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ ഈ തിയറിക്ക് കൊടുക്കണം. ഈ ഒരു തിയറി വെച്ചിട്ട് ഇനി സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ ടാൻജൻസ് എന്ന് പറയുന്ന വേറൊരു ചാപ്റ്ററും ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ഈ ഒരു തിയറി ആവശ്യമുണ്ട്. ഈ ഒരു തിയറി ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പം ഒരു മെയിൻ ആയിട്ടുള്ള തിയറിയാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആംഗിളിൻ്റെ കേസാണ്. 90 ഡിഗ്രി ആണെങ്കിൽ അത് എവിടെ ആയിരിക്കും? ഓൺ ദി സർക്കിൾ ആയിരിക്കും. ലെസ് ദാൻ 90 ആണെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ, ആൻഡ് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ഇൻസൈഡ് ദി സർക്കിൾ. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച സെക്ഷനിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. ഇനി പറയുന്ന തിയറി നിങ്ങൾ അടുത്തത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറിയാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് പിന്നെയും കുറച്ചും കൂടി കാര്യമായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ഒരു തിയറി നിങ്ങൾ എഴുതിക്കോ. തിയറി എഴുതിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, തിയറി എഴുതിക്കോ. എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്ന തിയറി ബോക്സിലാക്കി വെക്കണം. കേട്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തിയറി എഴുതിക്കോ. ദി ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ, ദി ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ on the alternate arc, on the alternate arc is half the angle made at the center, is half the angle made at the center. ഞാൻ ഒന്നും കൂടി ആ തിയറി വായിക്കാം. The angle made by any arc of a circle on the alternate arc is half the angle made at the center, half the angle made at the center. ദാറ്റ് ഈസ്, നോക്കിക്കോ, ഒരു സർക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്. നമ്മൾ സർക്കിളിൽ ഒരു ആർക്ക് എടുത്തു. ഇപ്പം എ ബി, ഈ ഒരു സെക്ഷൻ നമ്മൾ എടുത്തു. ഓക്കെ, ഇത് സർക്കിളിൻ്റെ സെൻറ്റർ ഒ എന്ന് വിചാരിക്കും. കുഴപ്പമില്ലല്ലോ. അപ്പം എ ബി ഇപ്പം നമ്മൾ ആർക്കായിട്ട് എടുത്താൽ ബാക്കിയുള്ള ഈ ഒരു വലിയ ഇത് കണ്ട, ഇതിന് നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ എ ബി ആണ് നമ്മളെ ആർക്കെങ്കിൽ, നമ്മളെ റിക്വയർഡ് ആർക്കെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു പോർഷനെ നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കിയുള്ള സാധനമാണ് എന്തെന്ന്? ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയറിയിൽ പറഞ്ഞ പ്രകാരം ഈ ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിള് ഇപ്പം എക്സ് ആണെന്ന് വിചാരിക്കും. ഈ ഒരു ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് നോക്കിക്കോ, ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കി എല്ലാ പോർഷനും ഓൾട്ടർനേറ്റ് ആർക്കിൽ, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും എന്നറിയോ? സെൻറ്ററിൽ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി ആയിരിക്കും. സോ ദിസ് ആംഗിൾ വിൽ ബി x/2. സെൻറ്ററിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? x/2. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച തിയറി. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരാർക്കും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും എവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സെൻറ്ററിൽ ഉണ്ടാക്കുന്നതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും എവിടെ ഉണ്ടാക്കുന്നത്? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യം ബോക്സിലാക്കി വെക്കാം. ഈ ഫിഗറും വരക്കണം, എന്നിട്ട് മൊത്തത്തിലൊരു ബോക്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഇപ്പോൾ തിയറി ഞാൻ പറയാം. സെൻറ്ററിൽ ഉണ്ടാക്കുന്നതാ ഈ ഒരു ആർക്ക്. കണ്ട, ഈ ഒരു ആർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇടുന്നൊരു കോഡ് എടുത്തു എന്ന് വിചാരിക്കും. കോഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാലോ? ഇപ്പം ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തുണ്ടാക്കുന്ന ലൈൻ വേണമെങ്കിൽ അത് ഞാനിതാ റെഡ് ലൈനിൽ ഇറക്കാം. ഓക്കെ, എ ബി എന്ന് പറയുന്ന കോഡ്, അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഉണ്ടാക്കുന്നത് ഹാഫ് ആയിരിക്കും എവിടെ ഉണ്ടാക്കുന്നത്? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത്. തിരിച്ചും പറയാം, സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും എവിടെ ഉണ്ടാക്കൽ? സെൻട്രൽ ഉണ്ടാക്കൽ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ തിയറിൻ്റെ വൈസ് വേഴ്സ അങ്ങോട്ട് തിരിച്ചും പറയാമല്ലോ. സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ പകുതിയാണ് ഇവിടെയെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും നേരെ എവിടെ ഉണ്ടാക്കൽ? സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. അതിൽ നമ്മളൊരു ആർക്ക് എടുത്തു, എ ബി.
ഈ ഒരു ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 60ൻ്റെ ഹാഫ് 30. കണ്ട, അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫാണ് എവിടെ ഉണ്ടാക്കുന്നത്? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത് ഡബിളാണ് എവിടെ ഉണ്ടാക്കുന്നത്? സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന തിയറി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേടാ? ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞോളെ, സെൻറ്ററിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫായിരിക്കും എവിടെ ഉണ്ടാക്കുന്നത്? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊന്നും കൂടി വരക്കട്ടെ. ഇത് രണ്ടും, ഈ രണ്ട് എ ബി എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിൽ തന്നെ ഉണ്ടാക്കുന്നത്, ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളും അതും എത്ര ആയിരിക്കും കൂടാ? സെൻറ്ററിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫ് അല്ലേ? കാരണം സെൻറ്ററിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ നമ്മൾ പഠിച്ചു. സോ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? x/2. കുറച്ച് ഇപ്പുറത്ത് ഉണ്ടാക്കുന്നതാ, ഇതും ഓൾട്ടർനേറ്റ് ആർക്ക്. കണ്ട, ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? സെൻറ്ററിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അടുത്ത തിയറി. എന്തെന്ന്? ദ ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. ഓക്കെ, ഒരാർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ ഇതാ വേറൊരു ഫിഗർ വരക്കാം. ഓക്കെ, നമ്മൾ എ ബി എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ ആർക്ക്. ഓക്കെ, ഈ ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം തന്നെ, ഇതിപ്പോൾ ഞാൻ എക്സ് എടുത്തെടുത്താൽ കുറച്ച് ഇപ്പുറത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? എക്സ്. കുറച്ച് ഇപ്പുറത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? എക്സ്. ഇതാണ് അടുത്ത തിയറി. കണ്ട, നമ്മൾ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം തന്നെ എന്തും കൂടിയായിരിക്കും? ഈക്വലും കൂടിയായിരിക്കും. ദിസ് വിൽ ബി അവർ സെക്കൻഡ് തിയറി. ഓക്കെ, അപ്പം ഏതൊരാർക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ തിയറി എഴുതിക്കോ. ഓൾ ആംഗിൾസ് made by an arc, all angles made by an arc on the alternate arc are equal. Alternate arc are equal. Okay, all angles made by an arc on the alternate arc are equal. Okay, equal ആയിരിക്കും. അപ്പം ഈ ഫിഗർ വരച്ചോ, നിങ്ങൾ രണ്ടും വരച്ചോ. ഓക്കെ, രണ്ടും വരച്ചോ. അല്ലെങ്കിൽ ഇപ്പം ഞാനിത് x/2 എടുക്കുന്നതിന് പകരം എക്സ് ആയിട്ട് എടുത്തോട്ടെ മക്കൾ, അടുത്തതിന് വേണ്ടിയിട്ട്. ഞാനിപ്പം ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? എക്സ്. ഇതും എത്ര ആയിരിക്കും? എക്സ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആർക്കിൽ എക്സ് ആണെങ്കിൽ സെൻറ്ററിൽ എത്ര ഉണ്ടാക്കും? ഇതിൻ്റെ ഡബിള് നേരെ എത്ര ഉണ്ടാക്കും? 2x. സോ ഈ രണ്ട് ഫിഗർ നിങ്ങൾ വരച്ചോ. അടുത്ത തിയറി എഴുതിയിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, ഏത് ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് എഴുതിയതിന് ശേഷം ഈ രണ്ട് ഫിഗേഴ്സ് വേണമെങ്കിൽ ഈ രണ്ട് ഫിഗേഴ്സ് വരച്ച് വെച്ചോ. എന്നിട്ട് ഇതും നിങ്ങൾ എന്താക്കി വെക്കണം? ബോക്സിലാക്കി വെക്കണം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ എന്താക്കി വെക്കണം? ബോക്സിലാക്കിയിട്ട് വെക്കണം. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. മറക്കല്ലേ ഓർത്ത് വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം രണ്ട് തിയറികൾ പഠിച്ചു. ഒന്നെന്താണ്? സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിൽ. അല്ലെങ്കിൽ തിരിച്ചു പറയാലോ, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാക്കില്ല, സെൻട്രൽ ഉണ്ടാക്കില്ല. പിന്നെ ഏതൊരാർക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വലും കൂടിയായിരിക്കും. അതാണ് നമ്മളെ രണ്ടാമത്തെ തിയറി. അല്ലേ? ഇതിനൊന്നും കൂടി പഠിക്കാം നമുക്ക്. അല്ലേ? ഇത് ഇത്ര പോരെയല്ലോ. അടുത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, തിയറി എഴുതിക്കോ. എ pair of angles on an arc, a pair of angles on an arc and its alternate arc and its alternate arc are supplementary. ഞാൻ ആ തിയറി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. ദാറ്റ് ഈസ്, നോക്കിക്കോ, ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൽ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് എടുത്തു. ഓക്കെ, നോക്കിക്കോ. പെയർ ഓഫ് ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ്, നോക്കിക്കോ, ഈ ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് കണ്ട, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ സെൻട്രലല്ല, ഇതല്ലേ നമ്മളെ ആർക്കിടുക. അപ്പം ഇത് മാത്രമാണ് നമ്മൾ ആർക്ക്. അപ്പോൾ ബാക്കിയിൽ ഈ ഒരു പോർഷൻ നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നറിയും. ഇത് നമ്മൾ ആർക്ക് തന്നെ. ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും സപ്ലിമെൻ്ററി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ്, ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് 180 എന്ന് കിട്ടും. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും?
180 മൈനസ് എക്സ് ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ 180 കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും? സപ്ലിമെൻ്ററി എന്ന് പറയും. സോ ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും. ഇതാണ് അടുത്ത തിയറി. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും. ഓക്കെ, പെയർ ഓഫ് ആംഗിൾസ് ഓൺ ദി ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടും. ദാറ്റ് ഈസ് ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഒരു സർക്കിൾ ഉണ്ട്, നമ്മളൊരു ആർക്ക് എടുത്തു, എ ബി എന്ന് പറയുന്ന ആർക്ക് എടുത്തു. ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ 80 ആണെന്ന് വിചാരിക്കുക. ഇത് 80 ആണെങ്കിൽ ഇതേ സെയിം ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 180 മൈനസ് 80 എത്ര? 100. അപ്പോൾ 180 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടുമല്ലോ. അപ്പം ഇതാണ് നമ്മളെ അടുത്ത തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ നെക്സ്റ്റ് തിയറി. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എന്താക്കി വെക്കണം? ബോക്സിലാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഫിഗർ വരക്കണം. ഇത് വരക്കണ്ട, അത് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം എഴുതിയിട്ട് ഇതും ബോക്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി ഈ 3 തിയറി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയ മക്കളെ. നമ്മൾ എഴുതി 3 തിയറി നിങ്ങളൊന്ന് വായിച്ച് നോക്കി. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടോ? ഓക്കെ, നമ്മൾ എഴുതി 3 തിയറി നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദി ആംഗിൾ മെയ്ഡ് അറ്റ് ഇറ്റ് സെൻറ്റർ. ഓക്കെ, സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത്, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചു, ഏതൊരാർക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം തന്നെ എന്തായിരിക്കും? ഈക്വലും കൂടിയായിരിക്കും. അതാണ് നമ്മൾ അടുത്ത പഠിച്ചൊരു തിയറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചു, സെയിം ആർക്കിലും ഓൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി. ദാറ്റ് ഈസ് അത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത്ര പോലെ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 53-ൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, പേജ് നമ്പർ 53-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. In all the pictures given below, O is the center of the circle. O is the center of the circle. O is the center of the circle. And A, B, C are points on it. A, B, C are points on it. A, B, C are points on it. Calculate all angles of triangle ABC and OBC in each. Calculate all angles of triangle ABC and triangle OBC in each. നമ്മുടെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിഗർ വരക്കുവാണ്. ടെക്സ്റ്റ് നോക്കിയിട്ട് വരക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്. O എന്ന് പറയുന്നത് സെൻറ്ററാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ 20, ഈ ഒരു ആംഗിൾ 30. We have to find all the angles. നമുക്ക് എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ഓക്കെ, പേര് വന്നിട്ടില്ലല്ലേ. ഇത് എ, ഇവിടെ ബി ആൻഡ് ഇവിടെ സി. ഫിഗർ വരച്ചാടാം മക്കളെല്ലാവരും. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് ഫിഗർ വരക്കാം. എന്നിട്ട് ആദ്യം വീഡിയോ ഓൺ ചെയ്യാം, റെസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നോക്കടാ, ഇവിടെ നിങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തോട്ടെ. ഇവിടെ നിങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു അതല്ലേ. ഇവിടുന്ന് അടുത്തേക്ക് OA ജോയിൻ ചെയ്തു. ഇനി നിങ്ങളൊരു കാര്യം നോക്കിക്കോ മക്കളെ.
ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും OAB. ഞാനിപ്പോൾ ഇതിൽ തന്നെ എഴുതുന്നത് നിങ്ങൾ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ എഴുതിക്കോ. കൺസിഡർ ചെയ്ത് ട്രയാങ്കിൾ OAB എന്ന് പറഞ്ഞിട്ടെല്ലാം എഴുതിക്കോ. നിങ്ങൾ നോക്കിക്കോടാ. ആദ്യം OAB എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കണ്ടല്ലോ, ഇതാ എൻ്റെ വിരൽ പോകുന്നത് നോക്കിക്കോ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അവിടെ നോക്കിക്കോ, ഈ ഒരു സൈഡും ഈക്വൽ അല്ലേ? വൈ? ദേ ആർ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ദേ ആർ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ അല്ലേ? ഇത് രണ്ടും സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? സോ ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇത് എന്താ ട്രയാങ്കിൾ ആയിട്ട് മാറി? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഇൻ എനി ഐസോസിലസ് ട്രയാങ്കിൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരുന്നു അടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഇത്. അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇത് 20 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും മക്കൾ? 20 അല്ലേ? അത് എത്ര ആയിരിക്കും? 20. ക്ലിയർ അല്ലേ? ഇനി നേരെ ഇപ്പുറത്തെ ട്രയാങ്കിളിലേക്ക് എന്താ ഈ ഒരു ട്രയാങ്കിൾ നോക്ക്. അവിടെ ഈ സൈഡും ഈക്വൽ അല്ലേ? ബിക്കോസ് ദേ ആർ ദ റേഡിയസ്. ഓക്കെ, റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പം ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ഇത് 30 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 30. ഇതുവരെ ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ, അതുവരെ ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ. അപ്പം ആംഗിൾ എന്ന് പറയുന്ന ടോട്ടൽ എത്ര കിട്ടി? 20യും 30യും. ഇതാ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇങ്ങനെ വരക്കുന്നത്. എന്താ? ABC. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 20യും 30 ആണെങ്കിൽ എത്ര? ടോട്ടൽ 50. അപ്പോൾ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഇതാ BC എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ 50 ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ സെൻറ്ററിൽ എത്ര ആയിരിക്കും കൂടെ ഉണ്ടാക്കൽ? അതിൻ്റെ നേരെ ഡബിൾ എത്ര? 100. ഇത് 50 ആണെങ്കിൽ സെൻറ്ററിൽ എത്ര ആയിരിക്കും ഉണ്ടാക്കൽ? 100 അല്ലേ? സംശയമില്ലല്ലോ അല്ലേ? നമ്മളിപ്പോൾ പഠിച്ച തിയറി അല്ലേ? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും എവിടെ ഉണ്ടാക്കുന്നത്? സെൻറ്ററിൽ ഉണ്ടാക്കുന്നത്. സോ ഇത് 50 ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 100. സോ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 100 എന്ന് കിട്ടി. ഓക്കെ, ആ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 100. ഇനി നമുക്ക് ബാക്കി അതൊക്കെയായുള്ളത് എന്താ? ഈ ഒരു ആംഗിളും അല്ലേ കാണാൻ ബാക്കിയല്ലേ? അതെങ്ങനെ കാണും? അതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിൽ ഈ സൈഡും ഈക്വൽ അല്ലേ ഇടാ അല്ലേ? സോ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ലേ? അപ്പം ഇവിടെ 100 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 180 കിട്ടണമെങ്കിൽ ഇനി ബാക്കി എത്ര? 180 മൈനസ് 100 അല്ലേ? ഇനി ബാക്കി എത്രയിലും 80. അതായത് ഇത് രണ്ടും കൂട്ടി 80യും കിട്ടണം, അത് ഈക്വൽ ആവുകയും വേണം. അപ്പോൾ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 80/2 ദാറ്റ് ഈസ് 40 അല്ലേ? ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 40, 40 ഡിഗ്രി. സിമിലർലി ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 40 ഡിഗ്രി. 40 ആഡ് ചെയ്താൽ എത്ര? 80 പ്ലസ് 100 ചെയ്താൽ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 180 എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ? ഈ ഒരു കാര്യം ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി അഗൈൻ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ഓൾ ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് OBC. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ON ആണ് സെൻറ്റർ എന്ന് വിചാരിക്കുക. ON ആണ് സെൻറ്റർ. എയും ബിയും സിയും മാറി. ഇവിടെയാണ് ഇപ്പോൾ എ വരുന്നത്. ഇത് ബി, ഇത് സി തന്നെ. ഇവിടെ ബി. ഓക്കെ, ആംഗിൾസ് ഇത് 40 തന്നിട്ടുണ്ട്, ഇത് 30 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഫിഗർ വരക്കാം. ഫിഗർ വരച്ചിട്ട് വീഡിയോ അഗൈൻ കണ്ടിന്യൂ ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്തു? നേരത്തെ പോലെ ജോയിൻ ചെയ്യട്ടെ. എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കോടാ, ഇതിൽ ഈ ഒരു സൈഡും ഈക്വൽ അല്ലേടാ? സോ ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇത് 40 ആണെങ്കിൽ ഇതും എത്ര? 40
അല്ലേ? ഇത് 40 ആകുമ്പം ഇത് 40, 40 എത്ര 80. സോ ബാക്കി ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 100 അല്ലേ? ഇതെത്ര 100, 40 80, ബാക്കി എത്ര 100. അപ്പം നോക്കിക്കോ, എയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? 100 അല്ലേ? അതേ എന്നും സിന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ലൈനല്ലേ ഇത്, അല്ലേ? എയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 100 ആണെങ്കിൽ അതേ എയും സിയും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 100ൻ്റെ പകുതി എത്രയായിരിക്കും? 50 അല്ലേ? സോ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 50 എന്ന് കിട്ടി. ആ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 50. സംശയമില്ലല്ലോ. സെപ്പറേറ്റ് ഫിഗർ വരച്ച് കാണിച്ചു തരണം. നോക്കിക്കോ, എ സി അല്ലേ? ഇത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 100 ആണെങ്കിൽ ഇതേ എയും സിയും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അതിൻ്റെ നേരെ ഹാഫ് എത്ര? 50. സംശയമില്ലല്ലോ. ഇനി നോക്കിക്കോ, അടുത്തത് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ കണ്ട, ഇത് 30 ആണെങ്കിൽ ഇതാ ഈ സൈഡും ഈ സൈഡ് ഈക്വൽ. സോ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിരുന്നു ഈ ഒരു ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇത് 30 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 30 അല്ലേ? അപ്പം നമുക്ക് ഇത് ടോട്ടൽ 50 എന്ന് അറിയില്ലേടാ മക്കളെ. അപ്പം ഇത് 30 ആണെങ്കിൽ ബാക്കി ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 20 അല്ലേ? 20യും 30 ആഡ് ചെയ്താൽ 50. അപ്പോൾ ഈ സൈഡ് ഈ ട്രയാങ്കിൾ നോക്കിക്കോ, ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഈ സൈഡും ഈ സൈഡ് ഈക്വൽ. സോ ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ. സോ ഇത് 20 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 20. കുഴപ്പമില്ലല്ലോ. നമ്മളോട് ക്വസ്റ്റൻ ആയിരുന്നു ഫൈൻഡ് ദ ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഒ ബി സി അല്ലേ? അപ്പം ഒ ബി സി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ അല്ലേടാ, അതാണ് കാണേണ്ടത്. അതിൻ്റെ ആംഗിൾ ഈ ഒരു ആംഗിൾ കാണാൻ ബാക്കിയില്ല. അത് എത്ര ആയിരിക്കും? ഒന്നിക്കൽ നിങ്ങൾക്കൊരു വഴിയുണ്ട്, 30 ആഡ് ചെയ്യാം. എത്ര? 60 അല്ലേ? ഇനി ബാക്കി എത്ര ആയിരിക്കും? 180 മൈനസ് 60 എത്ര കിട്ടും നമുക്ക്? 120 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര കിട്ടും? 120 ഡിഗ്രി. അതല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട് മക്കളെ, നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ബിയും സിയും അല്ലേ? ഞാൻ അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരക്കാം. ഇതാ നമ്മളെ ബിയും സിയും. ഓക്കെ, ബി എന്നും സി എന്നും പോകുന്ന ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിൾ അല്ലേ ഇത്, അല്ലേ? അത് ടോട്ടൽ എത്ര? കണ്ട, ബി എം സി. ഇപ്പം ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കിയുള്ളത് മൊത്തം എന്താ? ഓൾട്ടർനേറ്റ് ആർക്കല്ലേ? സോ ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ എത്ര? 20 40, ടോട്ടൽ എത്ര? 60. സോ ബി എം സിയും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ആണെങ്കിൽ സെൻട്രൽ എത്ര ഉണ്ടാക്കൂടാ? ഇതിൻ്റെ നേരെ ഡബിൾ അല്ലേ സെൻട്രൽ ഉണ്ടാക്കല്. സോ എത്ര ആയിരിക്കും? 120. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 120 കിട്ടി. നോക്കിക്കോ, ഇതാ ബിയും സിയും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എത്രയുള്ളത്? 20 + 40 60. അതേ ബിന്നും സിന്നും സെൻറ്ററിലേക്ക് പോകുന്ന ആംഗിൾ അല്ലേ ഇടായത്, അതെത്ര ആയിരിക്കും? അപ്പോൾ 120. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആംഗിൾ എത്ര എന്ന് പറയാൻ പറ്റുമോ? ഇതാ ഈ ഒരു ആംഗിൾ എത്ര എന്ന് പറയാൻ പറ്റുമോ? ഇത് ആരൊക്കെ തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്? ബിയും എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് പോകുന്ന ആംഗിൾ അല്ലേ ഇത്, അല്ലേ? അതേ ബിയും എയും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത്, അതെത്ര? 30 + 40 70. അപ്പം എയും ബിയും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 70 ആണെങ്കിൽ അതേ എയും ബിയും സെൻട്രൽ എത്ര ഉണ്ടാക്കും? 70ൻ്റെ ഡബിൾ 140. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാം. ഹോംവർക്ക് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരാം, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ തരുന്നില്ല, കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഹോംവർക്ക് തരാം. ഓക്കെ, അപ്പോൾ സംശയവും കാര്യങ്ങളുണ്ട്, ചിലപ്പം നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് ഗ്രൂപ്പിൽ ഹോംവർക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ചെയ്യരുത്, നോക്കണം മക്കളെ. സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം, മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പം ഇതൊക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് കുറച്ച് ഇതുപോലെ തന്നെയാണ്, കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പാണ്. കുറച്ചും കൂടി നമ്മൾ ട്രിക്കി ടൈപ്പ് ക്വസ്റ്റ്യനാണ് അടുത്ത് വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ സെയിം ക്വസ്റ്റ്യനാണ് ഇതും, അല്ലേ? രണ്ടിനും സെയിം ആൻസേഴ്സാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നേരത്തെ എത്രയാണോ ആംഗിൾ അതേ ആംഗിളാണ് ഇവിടെയും വരുന്നത്. രണ്ട് സെയിം ക്വസ്റ്റ്യനാണ്, തന്ന ആംഗിൾസ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു തന്നില്ല, പേരും മാറ്റി, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നേരത്തെയും ഇപ്പോഴത്തെയും സെയിം ഫിഗറായിരുന്നു, അല്ലേ? സെയിം പൊസിഷനിൽ വരുന്ന ആംഗിളായിരുന്നു. നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്,
ആണ് സെൻറ്റർ, O is the center. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇത് 40 തന്നിട്ടുണ്ട്, പിന്നെ ഈ ഒരു ആംഗിൾ 70 തന്നിട്ടുണ്ട്. ഓക്കെ, ഫിഗർ ഒന്ന് വരച്ചു എല്ലാവരും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നമുക്ക് എല്ലാ ആംഗിൾസും നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുമ്പം ഈ ഒരു ട്രയാങ്കിളാണ്. പിന്നെ ഒ ബി സി എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ്. ആയില്ലേ? അപ്പോൾ ഒ ബി സിൻ്റെ ആംഗിൾ നമുക്ക് സുഖസുന്ദരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, എളുപ്പമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ലൈൻ മായ്ച്ചു എന്ന് വിചാരിക്കും. ഈ ഒരു ലൈൻ ഇല്ല എന്ന് വിചാരിക്കും ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ ട്രയാങ്കിൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്തേടാ മക്കളെ. ഈ ട്രയാങ്കിൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യും. അതിൽ ഈ ഒരു സൈഡും ഈക്വൽ അല്ലേ? വൈ ദേ ആർ ദ റേഡിയസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളും എത്ര ആയിരിക്കും? ഈക്വൽ അല്ലേ? അതിൽ സംശയം ഉണ്ടോ? ഉറപ്പല്ലേടാ. അപ്പോൾ നോക്കിക്കോ, ഇത് 70 ആയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 180 മൈനസ് 70, ദാറ്റ് ഈസ് 110. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 110 കിട്ടണം. അപ്പോൾ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 110 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 55. സോ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 55 എന്ന് കിട്ടി. ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 55 എന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ, അതവിടെ വെക്കട്ടെ. അപ്പോൾ ആ രണ്ട് ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 55 ഈച്ച് എന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ. 55 110 പ്ലസ് 70 ചെയ്താൽ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 180 എന്ന് കിട്ടും. ഓക്കെ അല്ലേടാ? അതില്ലേ? അപ്പം ആ ഒരു കാര്യം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കായി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് 55 ഞാനത് മാർക്ക് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ച്ചു കേട്ടോ. അത് ഓരോന്നും പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് എ ബി സി. അല്ല, എ ബി സിൻ്റെ ആംഗിളും കാണാം. ദാറ്റ് ഈസ് ഈ ഒരു ആംഗിളും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം? എങ്ങനെയായിരിക്കും? അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വഴി പറയട്ടെ. നോക്കിക്കോ, ഈടെ ഇങ്ങനൊരു ലൈൻ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇങ്ങനൊരു ലൈൻ ഇല്ലയെന്ന് വിചാരിക്കുക. ഇപ്പോൾ നോക്കിക്കോ, എ സി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഡ് കണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കിയെല്ലാം എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആർക്കായിരിക്കും അല്ലേ? അപ്പോൾ എയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാടാ? എയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 40 അല്ലേ? സോ ഈ എയും സിയും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത്? ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കി എല്ലാം ഓൾട്ടർനേറ്റ് ആർക്കാണ്. ആടെ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം എന്തായിരിക്കും? സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫ് ആയിരിക്കും. സോ എയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഇതാ 40. അങ്ങനെയാണെങ്കിൽ ഇതേ എയും സിയും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? കൂടാ സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫ് അല്ലേ? 40ൻ്റെ ഹാഫ് എത്രയായിരിക്കും? 20. സോ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 20 എന്ന് കിട്ടിയില്ലേ? സംശയമില്ലല്ലോ. അത് ക്ലിയർ അല്ലേ? അല്ലേ? നിങ്ങളുടെ ഫിഗർ നോക്കടാ, മനസ്സിലാവുന്നില്ലേ? എം സിയും സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും എവിടെ ഉണ്ടാക്കൽ? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കൽ. സോ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടി എത്ര? 20. അല്ലേ? ഇനി അടുത്തത് നോക്കാം. അടുത്ത നമുക്ക് ആരെ കാണണം? അടുത്ത നമുക്ക് ഈ ഒരു ആംഗിൾ അല്ലേ? എ ബി സിൻ്റെ ആംഗിളാണല്ലോ. അടുത്ത് ഈ ഒരു ആംഗിൾ കാണണം എന്ന് വിചാരിക്കുക. ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും കൂടാ? അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ലൈനില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനൊരു ലൈനില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ബിയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത്? ബിയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എത്ര? 70. അതേ, അപ്പം ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ബാക്കിയിൽ ഇത് മൊത്തം എന്താണ്? ഓൾട്ടർനേറ്റ് ആർക്കാണ്. സോ ബിയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? 70. അതേ ബിയെന്നും സിയെന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിൾ അല്ലേ ഇടായത്? അതെത്ര ആയിരിക്കും? സെൻട്രൽ ഉണ്ടാക്കുന്നതിൻ്റെ നേരെ ഹാഫ് അല്ലേ? 70ൻ്റെ നേരെ ഹാഫ് എത്ര ആയിരിക്കും? 35. സോ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 35 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 20, ഇത് 35. ഓക്കെ അല്ലേടാ? അതില്ലേ? ഇനി ബാക്കി ആരാ കാണാനുള്ളത്?
ഈ ഒരു ആംഗിൾ കാണാൻ ബാക്കിയുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടെ? ഇടാം ഇത് 35 ഇത് 20. അപ്പോൾ ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ? 180 മൈനസ് 35 പ്ലസ് 20 അല്ലേ എത്ര കിട്ടും? 55 അല്ലേ? 35 പ്ലസ് 20 ഏതാ? 55. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ കിട്ടൂലേ? അതായിരിക്കും ഇവിടെ വരുന്ന ഒരു ആംഗിൾ. സംശയമില്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പം ഇത് നിങ്ങൾ എന്തെണ്ണം ചെയ്യണം? ഈ ആംഗിൾ എത്ര നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ ഓക്കെ, ഇത്ര കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും കൂടി ചെയ്ത് നോക്കണം മക്കളെ. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എക്സാമിന് ചോദിക്കുന്ന പാറ്റേൺ എങ്ങനെ വെച്ചാൽ 3 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, ആംഗിൾ കണ്ടുപിടിക്കേണ്ട ചോദ്യം. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതാണ് ഒരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ പ്രൂഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതാണ് രണ്ടാമത്തെ സെക്ഷൻ. മൂന്നാമത്തെ സെക്ഷനിലാണ് വരക്കേണ്ട വരക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതാണ് മൂന്നാമത്തെ സെക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് പഠിച്ചേ പറ്റൂ, കാരണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഉറപ്പായും ആംഗിൾ കണ്ടുപിടിക്കേണ്ട ചോദ്യം എക്സാമിന് എന്തായാലും ഉണ്ടാവും. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ പിന്നെയും എഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടു നോക്കാം. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട മക്കളെ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. തൽക്കാലം നമുക്ക് ഇന്നത്തെ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്ര പോലെ ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ഇനിയുള്ള ക്ലാസ് ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും കോമ്പസും സ്കെയിലും പെൻസിലും കാര്യങ്ങളെല്ലാം ആവശ്യമാണ്, അതെല്ലാം എടുത്തിട്ട് തന്നെ ഇരിക്കണം, കേട്ടല്ലോ? അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഓൾ ഓഫ് യു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ താങ്ക് യു.